ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് പുരട്ടിയാണ്. പോർക്ക് പുരട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 കിലോ പോർക്കാണ്. പോർക്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ ചീനിച്ചട്ടിയിലോട്ട് എണ്ണയൊന്നും ഒഴിക്കാറില്ല. ഒട്ടും എണ്ണ ഞാനിതിനകത്ത് ചേർക്കത്തില്ല. അതിനകത്തോട്ട് ഈ പോർക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുരട്ടി വെച്ചിട്ടല്ലേ, അത് അതിനകത്തോട്ടിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കുന്നു. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചത്, കുറച്ച് കുരുമുളക് ഇട്ട് ഇളക്കണം. ഇത് ഇത്രയും കൂടെ ഇട്ട് ഇളക്കി ഇച്ചിരി ഉപ്പും കൂടെ വേണമെങ്കിൽ അതിനകത്ത് ചേർത്തണം. ഉപ്പ് ചിലപ്പം ഇച്ചിരി ഉപ്പ് അതിനകത്തെല്ലാം പിടിക്കാനായിട്ട് വേണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം അതിനകത്ത് ആവിയൊക്കെ വന്ന് അതിൽ ആ അരപ്പൊക്കെ അതിനകത്തൊന്ന് പിടിച്ചിരിക്കും. ഈ പിടിച്ചിരിക്കുന്നതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതായത് ഈ ഇറച്ചി മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം. അതാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ചെറിയ തീയിൽ ഇട്ട് വേവിക്കുക. വേവിച്ച് അതിൻ്റെ വെള്ളം വറ്റുമ്പോൾ അതിനകത്തോട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില പിച്ചിയിട്ട് കൊടുക്കണം. കുറച്ചധികത്തിൽ കറിവേപ്പില ഇടണം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം അത് വറ്റി എണ്ണയൊക്കെ തെളി ആ സമയമാകുമ്പോൾ ഇതിനെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഗ്യാസ് ഓഫാക്കണം. ഗ്യാസ് ഓഫാക്കിയിട്ട് അതിനകത്തോട്ട് മല്ലിയില രമ്പയുടെ ഇലയൊക്കെ പിച്ചിട്ട് അടച്ചു വെക്കണം. സ്വാദിഷ്ടമായ പോർക്ക് പുരട്ടി റെഡി.